എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് മലയാളം മൂവിയാണ് ഭരതനാട്യം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടം. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമ്മൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണദാസ് മുരളി അണിയിച്ചൊരുക്കിയ ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രമാണ് മോഹിനിയാട്ടം. ഭരതൻ നായർക്ക് മറ്റൊരു ഭാര്യയും കുടുംബവും ഉണ്ടെന്ന സത്യം പുറത്തുവരുന്നതും തുടർന്നുണ്ടായ രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സൈജു കുറുപ്പിന്റെ 150ാമത് ചിത്രമായ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സും തോമസ് തിരുവല്ല ഫിലിംസും ചേർന്നാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് വെറും 6 കോടി രൂപ മാത്രമാണ്. എന്നാൽ ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 38 കോടി 24 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്, കൊയോട്ടസ്. ഒരു കുടുംബം തങ്ങളുടെ വേനൽക്കാല അവധിക്കാലം ആഘോഷിക്കാൻ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് എത്തുന്നതും എന്നാൽ അപ്രതീക്ഷിതമായി ഭീകരരായ ഒരു കൂട്ടം കൊയോട്ടുകൾ എന്ന് വിളിക്കുന്ന ചെന്നായ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ ആക്രമണത്തിന് അവർ ഇരയാകുന്നതും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആ കുടുംബം നടത്തുന്ന അതിജീവന പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒരു സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് കൊയോട്ടസ്. ഈ മൂവി ഇപ്പോൾ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ മെയ് 8 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ജിയോ ഹോട്ട്സ്റ്റാറും ഇന്ത്യക്ക് വെളിയിൽ സിംപ്ലി സൗത്തും മനോരമാക്സുമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 8 മുതൽ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മൂവി ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. അതിവിശേഷ്, മൃണാൾ താക്കൂർ, അനുരാഗ് കശ്യപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാനിൽ ഡിയോ സംവിധാനം ചെയ്തൊരു ആക്ഷൻ റൊമാൻറ്റിക് ക്രൈം ത്രില്ലർ മൂവിയാണ് ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. മെയ് മാസം 8 തീയതി മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണംസ്. 6 കസിൻസിന്റെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെയും നീളുന്ന ഒരു രസകരമായ കഥയാണിത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രണയത്തിനുമാണ് ഈ സീരീസിൽ പ്രാധാന്യം നൽകുന്നത്. കസിൻസ് ആൻഡ് കല്യാണംസ് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. 2026 മെയ് 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് നെമസിസ്. ഒരു നിഗൂഢമായ കൊലപാതകത്തെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. കുറ്റാന്വേഷണവും സസ്പെൻസും നിറഞ്ഞൊരു ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസാണ് നെമസിസ്. മെയ് മാസം 14 തീയതി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് അക്കുവിന്റെ പടച്ചോൻ. മുരുകൻ മേലേരി രചനയും സംവിധാനം നിർവഹിച്ച് പ്രകൃതി സംരക്ഷണം, മതസൗഹാർദ്ദം എന്നീ ഗൗരവമേറിയ വിഷയങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു കുടുംബ ചിത്രമാണ് അക്കുവിന്റെ പടച്ചോൻ. ഇതിൽ മാസ്റ്റർ വിനായക്, മാമുക്കോയ, ശിവജി ഗുരുവായൂർ, വിനോദ് കോവർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് കനവ് കഥകൾ. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമാക്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് മാസം 15 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിതു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുട്ട്ലി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പഭാവമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലീവ് ആണ്. സിനിമ തിയേറ്ററിൽ റിലീസ് ആയതിനു ശേഷം 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും OTTയിൽ റിലീസ് ആവുക. അങ്ങനെയാണെങ്കിൽ മെയ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് കർത്തവ്യ. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് കർത്തവ്യ. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് പുൽകിത് സംവിധാനം ചെയ്ത ഈ സീരീസിൽ സെയ്ഫ് അലി ഖാനെ കൂടാതെ രസിക ദുഗൽ, സഞ്ജയ് മിശ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, SJ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ മൂവിയുടെ ബഡ്ജറ്റ് 60 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 51 കോടിയുമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ് മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C കേരളവുമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഈ സിനിമ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊന്നാണ്. ഏകദേശം 140 കോടി രൂപയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തത് പ്രിയദർശൻ, അക്ഷയ് കുമാർ കൂട്ടുകെട്ടിൽ
ഒരുങ്ങിയ ഭൂത് ബംഗ്ല ഒരു ഹൊറർ കോമഡി ചിത്രമായ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. മംഗൽപൂർ എന്ന ഗ്രാമത്തിലെ ഒരു പഴയ കൊട്ടാരവും അവിടെ നടക്കുന്ന അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതിൽ അക്ഷയ് കുമാറെ കൂടാതെ തബു, പരേഷ് റാവൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. അക്ഷയ് കുമാറും പ്രിയദർശനും 14 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. 120 കോടി രൂപ ബഡ്ജറ്റ് നിർമ്മിച്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 228 കോടി രൂപയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ജൂൺ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.